സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതോടുകൂടി തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര പോരാട്ടം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി രാജ്യാന്തര വേദിയിൽ ഇന്ത്യക്കെതിരെ ശക്തമായ നയതന്ത്ര നീക്കങ്ങൾ തുടരുന്നതിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ മറ്റൊരു പുതിയ തന്ത്രവും മുന്നോട്ട് വയ്ക്കുന്നതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്ലാമിക സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ സിന്ധു നദീതട നാഗരികതയെയും പുരാതന സാംസ്കാരിക പൈതൃകത്തെയും കൂടുതൽ ശക്തമായി തന്നെ ഉയർത്തിക്കാട്ടാനാണ് ഇപ്പോൾ ഇസ്ലാമാബാദ് ഒരുങ്ങുന്നത്. പതിറ്റാണ്ടുകളായി തന്നെ ഇസ്ലാമിക ചരിത്രത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഇസ്ലാമിന് മുൻപുള്ള ചരിത്രവും സിന്ധു നദീതട നാഗരികതയും ആഗോള വേദികളിൽ പാകിസ്ഥാൻ കൂടുതൽ പരാമർശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയുമായുള്ള ജലതർക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഈ സമീപന മാറ്റം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുകയും ചെയ്യുന്നു. എന്നാൽ പാകിസ്ഥാൻ ആകട്ടെ ഒരു തുള്ളി വെള്ളം പോലും നൽകില്ല എന്ന വാശി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ആകട്ടെ ഉയർത്തിക്കാട്ടുന്നത്. മാത്രമല്ല പാകിസ്ഥാന്റെ ആ ഒരു പരാമർശങ്ങൾക്ക് ലോകവേദിയിൽ ചുട്ട മറുപടി തന്നെയായിരുന്നു ഇന്ത്യ നൽകിയത്. നാണം കെട്ടാലും വേണ്ടമില്ല, ഞങ്ങൾ എന്തും ഏതും എവിടെയും ആവർത്തിക്കുമെന്നും വീണ്ടും വീണ്ടും പാകിസ്ഥാൻ അവരുടെ പ്രവൃത്തിയിലൂടെ തന്നെ തെളിയിക്കുന്നത് ഇന്ത്യയെ വലിയ രീതിയിൽ പ്രകോപനത്തിലേക്ക് മാറ്റുന്നുണ്ട്. മാത്രമല്ല പാകിസ്ഥാൻ ആകട്ടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിവരികയാണ്. അതിന്റെ ഭാഗമായി തന്നെ പാകിസ്ഥാനിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ലാഹോർ യൂണിവേഴ്സിറ്റി ഓഫ് മാനേജ്മെന്റ് സയൻസ് സംസ്കൃത പഠന കോഴ്സുകൾ ആരംഭിച്ചതായും ഈ മാറ്റത്തിന്റെ ഭാഗമായി തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്കൃതം ഒരു വിദേശ ഭാഷയല്ല എന്നും അത് പ്രദേശത്തിന്റെ ചരിത്രപരമായി ബന്ധപ്പെട്ട ഭാഷയാണ് എന്നതാണ് വിദ്യാഭ്യാസ രംഗത്തു നിന്നും അഭിപ്രായങ്ങൾ ഉയരുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇതിനിടെ പാകിസ്ഥാനിലെ ഇസ്ലാമിന് മുൻപുള്ള സാംസ്കാരിക പൈതൃകത്തെ പ്രശംസിച്ചുകൊണ്ട് പാശ്ചാത്യ നയതന്ത്രജ്ഞരും രംഗത്ത് വന്നിട്ടുണ്ട്. ബുദ്ധമത ഗാന്ധാര പൈതൃക കേന്ദ്രമായ തസ്ക്ല സന്ദർശിച്ചുകൊണ്ട് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ തിമോത്തി ആകട്ടെ പാകിസ്ഥാന്റെ സാമ്പത്തികമായ സാംസ്കാരിക പൈതൃകത്തെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നാലെ തന്നെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ജെയിംസ് മാരിറ്റും പൈതൃക സംരക്ഷണത്തിനായുള്ള പുതിയ ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ചരിത്ര പൈതൃകത്തെ അഭിനന്ദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഇന്ത്യ ആകട്ടെ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാക്കാൻ ഇടയായിരുന്നു. ഇന്ത്യയുടെ നടപടി നിയമവിരുദ്ധമാണ് എന്നതാണ് പാകിസ്ഥാൻ ആരോപിച്ചത്. ഇതിന് മറുപടിയായി തന്നെ സിന്ധു നദിയുടെയും അതിന്റെ നാഗരികതയുടെയും യഥാർത്ഥ പൈതൃക അവകാശികൾ തങ്ങളാണ് എന്ന വാദമാണ് പാകിസ്ഥാൻ ഇപ്പോൾ അന്താരാഷ്ട്ര വേദികളിൽ ശക്തമായി ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര കോടതികളിലും ഐക്യരാഷ്ട്രസഭയിലും ജലവിഭവ വിഷയത്തെ ചരിത്രപരവും സാംസ്കാരികവുമായ അവകാശങ്ങളുമായി തന്നെ ബന്ധിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്നതാണ് അവിടെ വിദഗ്ധർ വിലയിരുത്തുന്നത്. അതേസമയം ഇന്ത്യ ഈ വിഷയത്തിൽ സുരക്ഷ താൽപര്യങ്ങൾക്കും ഭീകരവിരുദ്ധ നിലപാടുകൾക്കും പ്രാധാന്യം നൽകുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. സിന്ധു നദീജല തർക്കം ഇനിയൊരു ജലവിഭവ പ്രശ്നം മാത്രമല്ല, ചരിത്രവും സാംസ്കാരിക പൈതൃകവും അതുപോലെ നയതന്ത്രവും കൂടിച്ചേരുന്ന പുതിയ ഭൗമരാഷ്ട്രീയ പോരാട്ടമായി തന്നെ മാറുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയരുകയും ചെയ്യുകയാണ്. സിന്ധു നദിയിലെ ജലത്തിന്മേലുള്ള തങ്ങളുടെ അവകാശം കേവലം 1960 ഒരു കരാറിൽ മാത്രം അധിഷ്ഠിതമല്ല എന്നും മറിച്ച് 5000 വർഷത്തെ നാഗരികതയുടെ പൈതൃക അവകാശമാണ് ഇത് എന്നതാണ് ലോകത്തിനു മുന്നിൽ സ്ഥാപിക്കാനുള്ള തന്ത്രപരമായ നീക്കമായി തന്നെ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാംസ്കാരിക ചരിത്രത്തെ പാകിസ്ഥാൻ ഒരു പുതിയ ഭൗമരാഷ്ട്രീയ അധികാരമാവുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ പോലും ഉയർന്നു കേൾക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.